ഹായ്, ഹലോ. എൻ്റെ ഫേസ്ബുക്കിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തി ഒരു കേസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഈ മതപരിവർത്തനം നടത്തുമ്പോഴത്തേക്കും യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞേ മതപരിവർത്തനം നടത്താൻ പറ്റുള്ളൂ. ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് മനുഷ്യരാശിയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മതപരിവർത്തനം നടത്തുന്നത്. ഈ നടത്തി കഴിഞ്ഞിട്ട് പണ്ട് തുടങ്ങി ഇപ്പോഴുള്ള ക്രിസ്ത്യാനികൾക്ക് വരെ യേശുക്രിസ്തുവിനോടല്ല പ്രാർത്ഥിക്കുന്നത് മൊത്തവും യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തോടാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവർ എല്ലാ കുടുംബങ്ങളിലും ഒരു കൊന്തയെത്തിക്കുന്നു എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ കണ്ടു തുടങ്ങിയ സംഭവമാണ് ഈ കൊന്തയെത്തിക്കുന്നത്. അന്ന് നമ്മൾക്ക് ബൈബിൾ എന്താണെന്നോ ബൈബിളിൽ എന്താണ് പറഞ്ഞേക്കുന്നതെന്നോ ഒന്നും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കാരണന്മാർ നമുക്ക് എന്താ പറഞ്ഞു തന്നേക്കണം? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കാരണന്മാർ എനിക്ക് 10 നന്മ നിറഞ്ഞു പറയും. ആദ്യം ഒരു സ്വർഗസ്ഥനായ ചൊല്ലും, പിന്നെ 10 നന്മ നിറഞ്ഞു പറയും ചൊല്ലും. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പറഞ്ഞിട്ട് ഒരു എന്താ പറയണത്, അതിനെ ഒരു 5 ഇതുപോലെ ഉണ്ട്. അതിനെ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ മറന്നുപോയി. അതിനെന്തോ ഇത് പറയും. ഞാൻ കുറേ നാളായിട്ട് അത് നന്മ നിറഞ്ഞു പറയും ചൊല്ലാറില്ല. അതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാകണമെന്ന് പറയണത്, ദൈവം മനുഷ്യനോട് സംസാരിച്ചത് ആണ് ബൈബിള്. ദൈവം മനുഷ്യനോട് സംസാരിച്ച ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. അതിനകത്ത് യഹൂദന്മാർക്ക് കൊടുത്ത തോറ എന്ന് പറയണത് ബൈബിളിലെ പഴയ നിയമമാണ്. യേശുക്രിസ്തു വന്നതിന് ശേഷം അപ്പോസ്തലന്മാർ എഴുതിയതാണ് പുതിയ നിയമം. ഇത് രണ്ടുമാണ് ബൈബിൾ ദൈവം മനുഷ്യനോട് സംസാരിച്ചത്. അതിനകത്ത് ആദ്യം മുതലുള്ളത് അവസാനം വരെയുള്ള, ഇനി അവസാനം എങ്ങനെയായിരിക്കുമെന്ന് വരെ ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. ആരും പോയിട്ട് നോസ്ട്രോഡാംസ് എന്ത് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പോയി നോസ്ട്രോഡാംസിൻ്റെ പുറകെ നടക്കണ്ട, ഇതിൻ്റെ പുറകെ നടക്കണ്ട. അതൊക്കെ ഓരോരുത്തർ ഇത് പറയണതാണ്. പക്ഷേ ബൈബിളിനകത്ത് എങ്ങനെ ലോകം ഉണ്ടായെന്നും എഴുതിയിട്ടുണ്ട്, ഇനി എങ്ങനെ അവസാനിക്കുമെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. വള്ളി പുള്ളി തെറ്റാതെ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ദൈവത്തെ ഇതേപോലെ കളിയാക്കുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ് ദൈവത്തെ കളിയാക്കുന്നത്, വേറെ ആരുമല്ല. പക്ഷേ നമ്മൾ ദൈവം വിളിച്ചിട്ടായിരിക്കും തോന്നുന്നത്. നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി നമുക്ക് മനസ്സിലായി ഇവർ നമ്മളെ പഠിപ്പിച്ചതെല്ലാം തെറ്റായിരുന്നു. കാര്യം ദൈവത്തെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴും ദൈവം എന്താ ചെയ്തത്? ദൈവം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തിത്വമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ അതൊക്കെ മൂന്ന് ഇതാണ്, 3 സാദൃശ്യങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒട്ടം ചുറ്റിയുള്ള ഡയലോഗാണ്. ഏകദൈവം എന്നുള്ള വിശ്വാസമൊക്കെ ക്രിസ്ത്യാനികൾ എടുത്തു കഴിഞ്ഞ് ത്രിത്വം എന്ന് പറഞ്ഞൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ മതപരിവർത്തനം നടത്താനായിട്ട് ആദ്യം ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് പോയി പറയണത് യേശു ക്രിസ്തു ആണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇവർ കറക്റ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരി, നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവരോട് അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ പോയതല്ലേ, അവർക്ക് വേണ്ടി കൊടി പിടിക്കാനും സമരം ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ ക്രിസ്ത്യാനികളും നട റോട്ടിലോട്ട് ഇറങ്ങി സമരം ചെയ്തതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ടാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ബൈബിളിന് എന്തെങ്കിലും വില കൊടുക്കാറുണ്ടോ? ഇപ്പോഴുള്ള ക്രിസ്ത്യാനികൾ ബൈബിളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് സഭ കുറേ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഏത് സഭ? പണ്ടത്തെ അപ്പോസ്തലന്മാരുടെ സഭയൊന്നുമില്ല. ഇപ്പോഴുള്ള സഭകളെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നണ പോലെ നിയമങ്ങളുണ്ടാക്കുക. എന്നിട്ട് അവരിരുന്നിട്ട് ഈ പുതിയ പോയിട്ട് ഈ പറഞ്ഞ ആദിവാസികളെയൊക്കെ മതപരിവർത്തനം നിർത്താൻ നോക്കുന്ന കാര്യം നിങ്ങൾ കറക്റ്റല്ല.
നിങ്ങൾ ഈ പറഞ്ഞ ഓരോ എത്ര പള്ളിപ്പെരുന്നാൾ ഒരു വർഷത്തിനകത്ത്, പള്ളിപ്പെരുന്നാൾ, മാതാവിൻ്റെ പെരുന്നാൾ, ഔസപിതാവിൻ്റെ പെരുന്നാൾ, ഞാൻ പറയട്ടെ, ദൈവത്തിനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞെടുത്ത് ഇതേപോലെ കുറേ വിശുദ്ധന്മാരെ കൊണ്ടൊന്നും നോക്കേണ്ട ആവശ്യം തിരിക്കണ്. അങ്ങനെയാണെങ്കിൽ ഇവരെക്കാലം ശ്രേഷ്ഠന്മാരായിട്ട് മോശ, യോഹന്നാൻ, പിന്നെ അപ്പോസ്തലന്മാർ, പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ദൂതന്മാർ, ഇവരെയൊക്കെ എന്താണ് നിങ്ങൾ ആരാധിക്കുന്നത്? മനസ്സിലായി? നിങ്ങൾ ആരാധിക്കാത്തത് നിങ്ങൾ ഈ മറിയത്തിനെ മാത്രം എടുത്തിട്ട് ഒരു ആരാധന. ഇപ്പോൾ കൃപാസനം നോക്കൂ, കൃപാസനം അവിടെ എന്താ നടക്കണത്? കൃപാസനത്തിനകത്ത് ഒരു മരിയ ഭക്തി തന്നെ. ഞാൻ ചോദിക്കണേക്ക്, ദൈവം ഈ ലോകത്തിലേക്ക് വരാനായിട്ട് ദൈവം എടുത്ത ഒരു മാർഗം മാത്രമാണ്. അല്ലാതെ ദൈവത്തിന് ഒരിത്, അതായത് ഞാൻ വചനമുണ്ട്, ഒരു സ്ത്രീ ദൈവം യേശുക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എണീറ്റിട്ട് പറയും, നിന്നെ ചുമന്ന ഉദരവും നിന്നെ മുലയൂട്ടിയ സ്ത്രീയും ഭാഗ്യവതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ യേശുക്രിസ്തു പറയുന്നുണ്ട്, അതിനേക്കാൾ ഭാഗ്യമുള്ള ആൾക്കാരാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് നിവർത്തീകരിക്കുന്നവർ, അതിനേക്കാളും ഭാഗ്യം. അതായത് ഈ പറഞ്ഞ കാര്യം ചെയ്തതിനേക്കാളും ഭാഗ്യമുള്ളവരാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവർ എന്നാണ് യേശുക്രിസ്തു തിരുത്തി കൊടുക്കുകയാണ്. അതും കൂടി കറക്റ്റാക്കാതെയാണ്, അതും കൂടി അറിഞ്ഞു വെച്ചിട്ട് അതൊന്നും ബൈബിളൊന്നും വായിക്കാതെയാണ് ഇവർ പോയിട്ട് മറ്റുള്ള ഇതര മതസ്ഥരെ, അതായത് അന്യമതരെ പോയിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്ഷയം പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കണത് ഈ മരിയ ഭക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രിസ്ത്യൻ, ലാറ്റിൻ കത്തോലിക് ആണെങ്കിൽ എന്താണെങ്കിലും ഈ മരിയ ഭക്തിയാണ്. 10 നന്മ എന്ന് പറഞ്ഞ ചൊല്ലുന്ന സമയത്ത് ചൊല്ലി കഴിഞ്ഞിട്ട് യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന 2 പ്രാവശ്യം ചൊല്ലും. മനസ്സിലായോ? അതായത് 50 മറിയം നന്മ എന്ന് പറഞ്ഞ ചൊല്ലിയതിന് ശേഷം മാത്രമാണ് 10 സ്വർഗസ്ഥനായ ചൊല്ലുന്നത്. എന്നാൽ ദൈവം പറഞ്ഞേക്കണേ, നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വഴിയരികിലോ നാട്ടുകാരെ കാണിക്കാനായിട്ട് പോയി നിന്ന് പ്രാർത്ഥിക്കണ്ട. നിൻ്റെ വീടിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് കതകടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞതാണ്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് വേണ്ട പ്രതിഫലം തന്നിരിക്കുമെന്നാണ് ബൈബിളിൽ എഴുതി വെച്ചേക്കണത്. ഇതൊന്നുമില്ലാതെ ഈ ദൈവത്തിന് വേണ്ടി വാദിക്കാനും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂട്ടാനും നടക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഒരാളെ വിളിച്ചു കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ അത് തിരഞ്ഞെടുത്തോളും. പിന്നെ ദൈവത്തിന് ഒരാളെ വേണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ നോക്കിക്കോളും. നിങ്ങളാരും പോയിട്ട് ദൈവത്തിന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണ്ട. സുവിശേഷം മറ്റുള്ളവരോട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുവിശേഷം ഒരു പൊതു സ്ഥലത്ത് നിന്ന് പറയണതാണ് പറഞ്ഞത്. അത് പണ്ട് കാലങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇപ്പം പോയി ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു മതപരിവർത്തനം നടത്തേണ്ട ആവശ്യമില്ല. കാര്യം അത്ര പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ അപ്പോസ്തലന്മാർക്ക് ഈ മതപരിവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ അവർ ജോലിക്ക് പോകുമായിരുന്നു. അവർ നല്ല കഷ്ടപ്പെട്ടിട്ട് ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യും. അവർ ജോലിക്കും പോകുമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഈ പള്ളിയിലച്ചന്മാർ ഇത് തന്നെ തൊഴിലായിട്ട് നടക്കണല്ലേ. അതായത് മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അതൊരു ഒരു സമൂഹം തന്നെ ഇതിൻ്റെ പേര്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. എന്തിനും നിൻ്റെ ആവശ്യം? നമ്മുടെ ജോലിക്ക് പോവുക, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നല്ല മെനക്ക് ചെയ്യാൻ അറിയാം. എന്തിനാണ് പോയിട്ട് ഈ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ജനത്തിനെതിരെ തിരിയും. എന്തിൻ്റെ പേരിലായിരിക്കും? ഈ മതത്തിൻ്റെ പേരിലായിരിക്കും തിരിയാൻ പോണത്. നിങ്ങൾ അന്ന് പൗലോസ് അപ്പോസ്തലനും എന്നുള്ള ആൾക്കാരൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ്. ഇന്ന് ഇത്രയും സ്പ്രെഡായി കഴിഞ്ഞ് ബൈബിളൊക്കെ എല്ലാവരുടെ അടുത്തുണ്ട്. എല്ലാവർക്കും വേണമെങ്കിൽ വായിക്കാം. ദൈവത്തിന് വിളിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരെ ദൈവം തന്നെ വിളിച്ചു കൂട്ടിക്കോളും. നിങ്ങൾ ഇനി പോയിട്ട് ഒരു മതപരിവർത്തനം നടത്താനായിട്ടോ നിങ്ങളെക്കൊണ്ട് പറഞ്ഞിട്ടില്ലേ, ദൈവം പറഞ്ഞിട്ടില്ലേ, ഏത് മതസ്ഥനാണെന്നുണ്ടെങ്കിലും നമ്മളവരെ സഹായിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാണ് ദൈവം ചെയ്യാൻ പറഞ്ഞേക്കണം. അല്ലാതെ നമ്മൾ എന്നിട്ടും സഹായിച്ച് ചെയ്തിട്ട് അവർ നമ്മുടെ ജീവിതം കണ്ട്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ട് അവർ വരണം. ഞങ്ങൾക്കും നിൻ്റെ ഇതിനാണ് വിശ്വസിക്കാൻ താല്പര്യമുണ്ടെന്ന് അവർ വരണം. നമ്മുടെ ജീവിതം കണ്ടാണ് അവർ വരേണ്ടത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം? മറ്റുള്ളവർക്കൊരു സഹായമൊക്കെ ചെയ്ത് മറ്റുള്ളവരുടെ ദയനീയാവസ്ഥയെ കാണുമ്പോൾ കരുണ കാണിച്ചാണ് ജീവിക്കേണ്ടത്. അല്ലാതെ കുറേ ക്രിസ്തുവിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഏത് ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അവർക്ക് കാശിന് കാശ് തന്നെ വേണം.
അവിടെ ഒരു കരുണയില്ല. അപ്പം ഇങ്ങനെ ഒരു ആളുടെ ദയനീയാവസ്ഥയിൽ കാണിക്കാത്ത കരുണയെന്നും വാഗൊണ്ട് പറഞ്ഞ് കാണിക്കണം. പ്രവൃത്തിയാലില്ലാത്ത കരുണയെന്ന് വാഗൊണ്ട് പറഞ്ഞ് കാണിക്കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാവരും പുച്ഛിച്ച് തള്ളും. നാളെ അടിയും കിട്ടും. ഇതും പറഞ്ഞിട്ട് എന്താ നാളെ അടിയും കിട്ടും ആൾക്കാരുടെ നിന്ന്. അതുകൊണ്ട് ഇതിനൊക്കെ കൊടി പിടിക്കാൻ പണ്ടത്തെ പൗലോസ് അപ്പോസ്തലനും പത്രോസും മരിച്ചതുപോലെ മരിക്കാനുള്ള ഏതെങ്കിലും ധൈര്യം ഇപ്പോഴത്തെ അച്ഛന്മാർക്ക് ഉണ്ടാവോ? അതായത് പത്രോസിനെ എങ്ങനെ കൊന്നു, പൗലോസിനെ എങ്ങനെ കൊന്നു, മറ്റുള്ള അപ്പോസ്തലന്മാരെ എങ്ങനെയൊക്കെ മരിച്ചു അതേപോലെ മരിക്കാൻ, ദൈവത്തിന് വേണ്ടി ദൈവത്തെ ഏറ്റുപറഞ്ഞ് മരിക്കാനായിട്ടുള്ള ധൈര്യം ഇപ്പോഴത്തെ പള്ളിയിലച്ചന്മാർക്ക് ഉണ്ടാവുമോ എന്ന് മാത്രം ചോദിക്കാനുള്ളൂ. അതിനുള്ള മനസ്സിന് ശക്തി ഉണ്ട് അതിനുള്ള. അത്രയും പീഡനമൊക്കെ സഹിക്കാനായിട്ട്. 2 കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാൻ പാടില്ല അവരെ രക്ഷിക്കാൻ. നിങ്ങളിറങ്ങണോ? ദൈവത്തിന് അവരെ ഇത് ചെയ്യാൻ അറിയാൻ പാടില്ല. പണ്ടൊക്കെ നമ്മുടെ ബൈബിളെടുത്ത് വായിച്ചാലറിയാം കാരാഗ്രഹത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തതും അവരെങ്ങനെ നോക്കിയതെന്നും ദൈവത്തിനറിയാം. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നണത് ഇത് ദൈവത്തിൻ്റെ പേരിലല്ല ഇത് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതൊക്കെ ഇപ്പോഴത്തെ ഇതൊക്കെയെന്ന് പറയണത് പണ്ടൊക്കെ ആൾക്കാർ വിശ്വാസം. ഇപ്പോൾ യേശു ക്രിസ്തു പള്ളികളിൽ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് അധികം പറയുന്നില്ല. ആ ബലിയർപ്പിക്കുമ്പോൾ അത് ഓർമ്മയ്ക്കായി ചെയ്യണം എന്നല്ലാതെ ഫുള്ള് ഈ പള്ളികളിൽ മൊത്തവും ഇതാണ് നടക്കുന്നത്. ദൈവം പറഞ്ഞത് എന്താണ് പറഞ്ഞത്? നിൻ്റെ ഹൃദയമാണ് ദൈവം വസിക്കുന്ന സ്ഥലം, അത് ശുദ്ധിയാക്കി വെക്കുക. അല്ലാതെ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി വെച്ച് കഴിഞ്ഞാൽ ദൈവം അവിടെ വസിച്ചോളും. ഒരു പള്ളികളിലല്ല ദൈവം, നമ്മുടെ പ്രവൃത്തികളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയിലും പ്രവൃത്തികളിലുമാണ് ദൈവം ഇരിക്കുന്നത്. ആ പ്രവൃത്തി നന്നായാൽ ദൈവമുണ്ട്, ആ പ്രവൃത്തി ചീത്തയായി കഴിഞ്ഞാൽ അത് പൈശാചികമാണ്. ആരാധന ദൈവത്തിന് മാത്രം അർഹപ്പെട്ടതാണ്. അത് മാതാവിന് പോലും കൊടുക്കാൻ പാടില്ല. ഇതങ്ങനെയാണ്. ഈ ധ്യാനം, ഈ നോവേന, ഈ കൊന്തെത്തിക്കൽ, ഇതൊക്കെ എന്താണ്? ഇപ്പം ഇതിലേക്കാണ് അന്യമതസ്ഥരെ പോയിട്ട് മതപരിവർത്തനം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് പേര് ഫസ്റ്റ് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പേര് പറയുകയും ചെയ്യും. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇതാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് മാതാവ്. ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. അതായത് വേറെ ഒന്നുമല്ല, എനിക്കിത് പറയാമെന്നത് ഞാൻ പണ്ട് തുടങ്ങിയ പറയണമെന്നുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ കുറേ പേരുണ്ട് ഇങ്ങനെ മാതാവ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. ശരിക്കും നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചതാരാണ്? ദൈവം തന്നെയല്ലേ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ച്. ആ ദൈവത്തെ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമല്ലേ നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. അതെങ്ങനെ വിശ്വസിക്കണം? എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചു, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ഞാനത് വിശ്വസിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത് വരികയും ചെയ്യും, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിക്കുകയും ചെയ്ത് നമ്മളതുകൊണ്ട് ഇനി മേലിൽ പാവം ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ട് കർത്താവിന് ഇഷ്ടമുള്ള പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ അത്ര പെർഫെക്റ്റ് ആകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് പറ്റണ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ സഹായിച്ച് പോകാമെന്നല്ലാതെ ഈ മതപരിവർത്തനം ഇനി നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. കാര്യം ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി. ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ടു വരട്ടെ. ഒരു ക്രിസ്ത്യാനികളുടെ ജീവിതം കണ്ട് അവർ അവരുടെ ഇതെന്നുള്ള ജീവിതം കണ്ടു വരട്ടെ. അല്ലാതെ എന്തിനാണ് ഈ ആദിവാസികളൊക്കെ പോയി ഇത് ചെയ്യണം? ചിലപ്പോൾ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൊണ്ട് ഇതിനകത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു മെച്ചപ്പെട്ട ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ദൈവത്തെ അറിഞ്ഞല്ലോ വരുന്നത്. അത് ദൈവത്തെ അറിഞ്ഞാണോ മെച്ചപ്പെട്ട ലൈഫ് കിട്ടാൻ വേണ്ടിയല്ല വരുന്നത്? ദൈവത്തിൻ്റെ ഇത് കണ്ടിട്ടാണ്. ശരിക്കും ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാ ത്യാഗവും സഹിക്കുക, ഇടിയൊക്കെ കൊള്ളേണ്ടി വരും. കാര്യം ഇതുള്ള അപ്പോസ്തലന്മാരെല്ലാവരും കൊണ്ടിട്ടുള്ളതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ക്രൂശിക്കപ്പെട്ട് മരിച്ചിട്ടുള്ളതാണ്. പത്രോസിനെ യേശു ക്രിസ്തുവിനെ എങ്ങനെ ക്രൂശിച്ചോ അതിന് തലകീഴായിട്ട് ക്രൂശിച്ചാണ് കൊന്നേക്കണത്. അപ്പോൾ അപ്പോസ്തലന്മാർ സഹന ശക്തി വേണം, ആരൊക്കെ എന്ത് ചെയ്താലും സഹിക്കാനുള്ള ശക്തി വേണം. ഇങ്ങനെയാണ് അപ്പോസ്തലന്മാർ. അതിനെയാണ് സഭയെന്ന് പറയണം. അല്ലാതെ സഭയുടെ പേരും പറഞ്ഞിട്ട് 2 ദിവസം ജയിലിൽ പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും കിടന്ന് മോങ്ങണമല്ല സഭ, മനസ്സിലായോ? അപ്പം ഇത് ഇത്രയും പറയാനുള്ളൂ. ബൈബിള് വായിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനിയും വായിക്കുന്നില്ല ഈ സാധനം ബൈബിള്. പക്ഷേ ദൈവം മനുഷ്യന് ബൈബിള് മാത്രം കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇവർക്ക് എന്തെങ്കിലും വളച്ചൊടിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത പുസ്തകങ്ങളാണ്. ഇതാർക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം. പിന്നെ ബൈബിളിൽ വെളിപാടെന്നുള്ളൊരു സംഭവമുണ്ട്, അതാരും മറന്നുകൊണ്ടാണ്. വെളിപാട് അത് ഇടയ്ക്കിടത്തുനിന്ന് വായിച്ചേക്ക്. കാര്യം ദൈവഭയം ഇല്ലാത്തവന് നല്ല രീതിയിൽ അനുഭവിക്കേണ്ടി വരും.
അത് നമ്മുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വളച്ചൊടിക്കാൻ പറ്റിയ സാധനമല്ല ബൈബിള്. അത് നമ്മളറിയുക, എന്തെങ്കിലും ഒരു ദിവസം ഈ പറഞ്ഞ ദിവസം വരാണ്ടിരിക്കില്ല. ആകാശവും ഭൂമിയും മാറിപ്പോവും, പക്ഷേ ദൈവം പറഞ്ഞ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ തെറ്റൂലെന്ന് പറഞ്ഞത്. അതായത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും, 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ മാത്രം ഇങ്ങനെ കളിയാക്കാൻ നിൽക്കരുത് ക്രിസ്ത്യാനിയോട്. ഇല്ല, അപ്പോൾ എങ്ങനെ കളിയാക്കിയെന്ന് ചോദിക്കണമെങ്കിൽ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഈ പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സഭയിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ നോവേനെയും ഈ കൊന്തയെ എത്തിക്കാനല്ല നീ കൊണ്ടുവരണത്. വേറെ എന്തിനാണ്? ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള പുതിയ കൊണ്ടുവരുന്ന ആൾക്കാരോട് പണ്ടുള്ള ക്രിസ്ത്യാനികൾ ആര് രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മാതാവ് രക്ഷിച്ചെന്ന് പറയണം, അതുകൊണ്ട് യേശു ക്രിസ്തു രക്ഷിച്ചെന്നല്ല പറയണം. ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കും കുർബാനയിൽ മാത്രം ദൈവത്തിൻ്റെ ഇത് ഓർമ്മിച്ച്, അതായത് കുർബാന ദൈവം പെസഹ വ്യാഴാഴ്ച നടത്തിയ പ്രാർത്ഥന, അതായത് ദൈവം ചെയ്ത ആ ബലിനെ ഓർത്ത് കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഞാൻ പോകുമ്പോൾ അത് മാത്രമാണ് ഇവർ റിപ്പീറ്റ് ചെയ്യണം. ബാക്കി മൊത്തം ഇവർ ചേഞ്ചാക്കി കളഞ്ഞു, മൊത്തം ചേഞ്ചാക്കി. എന്നിട്ട് ഇപ്പം ദൈവത്തെക്കുറിച്ച് കുറച്ചേ പറയുന്നുള്ളൂ. ഫുള്ള് ഈ പറയുന്ന വിശുദ്ധ ആൾക്കാരുടെ പ്രാർത്ഥനകൾ, വിശുദ്ധമായ കുറേ പള്ളി പെരുന്നാളുകൾ, അതിന് കുറേ ആഘോഷങ്ങൾ, കുറേ ലൈറ്റിട്ട്, ഇതൊക്കെയാണ് മനസ്സിലായോ. അതിനകത്ത് കുറേ ആഡംബരങ്ങൾ, അല്ലാതെ വേറെന്ത് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഥവാ നിൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, അഥവാ നീ ചെയ്യണത് കൊട്ടിക്കൊഴിച്ച് നടക്കുകയും വേണ്ട, ഇത് ഒരു വിധത്തിന് ചെയ്യണത് ദൈവം അറിഞ്ഞോളും. മനസ്സിലായോ? നീ അങ്ങനെ നന്മയുടെ മറ്റുള്ളവർ പറയണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, അത് ദൈവം അറിഞ്ഞോളും. പക്ഷേ ഈ മതപരിവർത്തനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണത്, അതായത് മരിയഭക്തിക്ക് വേണ്ടിയിട്ടാണ് പള്ളികളിലോട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ 16 പ്രാവശ്യം അമലോത്ഭവയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് വെച്ച് തള്ളണുണ്ട്. പക്ഷേ ദൈവത്തെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. ഇന്ന് ഞാനൊരു കണ്ണിന് പാടില്ലാത്ത ഒരാളെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അയാൾ ഞാൻ പള്ളിയിലല്ല നിറച്ചിട്ടത്, ഞാൻ അയാൾക്കാണ് എൻ്റെ കയ്യിലുണ്ടായ ഒരിത് ഞാൻ അയാൾക്ക് കൊടുത്തപ്പോഴത്തേക്കും അയാൾക്ക് കണ്ണ് കണ്ടുകൂടാണ്ട് ഞാൻ പറഞ്ഞ അയാളോട്, ചേട്ടാ ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചത് വേറെ ഒന്നുമില്ല, ഇനി അയാൾ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ അത് മാറിപ്പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞത്. അപ്പോൾ അയാൾ പറയാനാണ് മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. എന്നെ മാതാവാണ് അനുഗ്രഹിക്കേണ്ടത്, എന്നെ സ്വർഗത്തിലിരിക്കുന്ന പിതാവാണ്, എൻ്റെ പിതാവായ ദൈവമാണ് എന്നെ അനുഗ്രഹിക്കേണ്ടത്. എൻ്റെ പ്രവൃത്തി കാണണം. എന്നെ മാതാവ് എന്തിനാ അനുഗ്രഹിക്കണം? മാതാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എന്നെ എൻ്റെ സൃഷ്ടാവാണ് അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ ആ പുള്ളി അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? യേശുവിൻ്റെ സുവിശേഷമാണ് അവർ പ്രചരിപ്പിച്ചത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചു, ആ സുവിശേഷമാണ് പ്രസംഗിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ മനുഷ്യൻ എന്നെ മാതാവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത്? അപ്പം ഞാൻ ആ പുള്ളിനോട് ചോദിക്കണം, എനിക്ക് ആൾ തിരുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് കുറേ നമുക്കറിയാവുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങളത് ഓർത്തോ, ഈ തെറ്റായ രീതി പഠിപ്പിക്കുന്ന ആൾക്കാർക്കെല്ലാം അവനവൻ്റെ കഴുത്തിൽ കല്ല് കെട്ടിയിട്ട് വെള്ളത്തിലോട്ട് ചാടുന്നതിനേക്കാൾ ചാടിക്കോ, അതാണ് നല്ലത്. അതിനേക്കാളും വലിയ ദുരിതം നിങ്ങളെയൊക്കെ കാത്തിരിപ്പുണ്ട്. ഇനിയെങ്കിലും മാറ്റിയില്ലെങ്കിൽ ഉണ്ടല്ല, ഇത് അന്ത്യ കാലഘട്ടമാണെന്ന് ആരും മറന്നുകൊണ്ട. മറ്റുള്ളവരെ പോയി മതപരിവർത്തനം നടത്തിയിട്ടേ നിങ്ങളാദ്യം ശരിയാവും. നിങ്ങളാദ്യം ദൈവത്തിലോട്ട് പോവാം, എന്നിട്ട് മതി മറ്റുള്ളവരെ കൊണ്ടുവരണം. മതി, നിങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ടില്ല, അതാദ്യം മനസ്സിലാക്കി. ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് ആരെയും ഇത് ചെയ്യാനൊന്നുമില്ല. ഇത് ഇനിയെങ്കിലും നിങ്ങൾ ശരിക്കും ദൈവത്തെ അറിയും, എന്നിട്ട് മറ്റുള്ളവരെ അറിയിക്കാൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണതിന് നിങ്ങൾക്ക് തല്ലുടി മാത്രമല്ല കൊള്ളാൻ പോണത്, നല്ല രീതിക്കുള്ളൂ. അതിനകത്ത് മോങ്ങിയിട്ടൊരു കാര്യമൊന്നുമില്ല. ആൾക്കാർ ഒരു പരിധി വരെ ക്ഷമിച്ച്, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇത് കാണിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കിട്ടും. എല്ലാവരും ഓർത്താൽ അങ്ങനെയാണുള്ളത്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തിട്ട് പോവാം, എന്നാലേ ദൈവത്തിൻ്റെ ഒരു രക്ഷ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഒരു വിശ്വാസത്യാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം നഷ്ടപ്പെടും ഇങ്ങനെ കാണിച്ച് ആൾക്കാർ പുല്ല് വില കൽപ്പിക്കുള്ളൂ. ഇത് വിശ്വാസത്യാഗത്തിൽ നിങ്ങളും കൂടി ഒരു കാരണക്കാരാവണേ. ദൈവം എന്ന് പറയണത് ദൈവത്തിനെ രക്ഷിക്കാൻ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മളെ ദൈവത്തെ രക്ഷിക്കാൻ നമ്മളാരാണ്? നമ്മളെ ദൈവമാണ് രക്ഷിക്കണം. നമ്മൾ ദൈവത്തെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ദൈവത്തിനെതിരായിട്ട് ഒരാൾ പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിന് തന്നെ ചെയ്യാനറിയാം. അത്
ഏറ്റവും വലിയ തെളിവാണ് പൗലോസ് അപ്പോസ്തലൻ, അതായത് സാവോളെന്ന് പറഞ്ഞാൽ ഒരു ആളെ ദൈവം തന്നെ വിളിച്ച് ദൈവത്തിൻ്റെ അപ്പോസ്തലനാക്കാന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഉള്ള കഴിവുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഓർത്താൽ എല്ലാവർക്കും നല്ലത്.